नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 81. കൃഷ്ണനും ബലരാമനും വൃന്ദാവനവാസികളെ കാണുന്നു. പേജ് നമ്പർ 797. കൃഷ്ണൻ യശോദ മാതാവിനോടും മറ്റു മാതാക്കളായ ദേവകിയോടും രോഹിണിയോടും ഒപ്പം ഇരിക്കുകയായിരുന്നു. എന്നാൽ അവർ സംഭാഷണത്തിലേർപ്പെട്ടപ്പോൾ ആ അവസരമുപയോഗിച്ച് ഗോപിമാരെ കാണാനായി അദ്ദേഹം ഒരു ഏകാന്ത സ്ഥലത്തെത്തി. ഗോപിമാരെ കണ്ടയുടനെ ഭഗവാൻ മന്ദഹസിച്ചു തുടങ്ങി. അവരെ ആലിംഗനം ചെയ്തു. ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയ ശേഷം അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംഭാഷണം തുടങ്ങി. പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, നാമും ഭഗവാൻ ബലരാമനും ഞങ്ങളുടെ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും പ്രീതിപ്പെടുത്താനായി വൃന്ദാവനം വിട്ടു പോയ കാര്യം നിങ്ങൾക്കറിവുള്ളതാണ്. ശത്രുക്കളുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടിരുന്നതിനാൽ നിങ്ങളെ മറക്കാൻ ഞങ്ങൾ നിർബന്ധിതരാവുകയും ചെയ്തു. ഈ പ്രവൃത്തി മൂലം നിങ്ങളോടു നന്ദികേടു കാണിച്ചുവെന്നും നാം മനസ്സിലാക്കുന്നു. എന്നിട്ടും നിങ്ങൾ നമ്മോടു വിശ്വസ്തരാണെന്ന് നാം അറിയുന്നു. നിങ്ങളെ വിട്ട് പിരിഞ്ഞിട്ടും നിങ്ങൾ നമ്മെക്കുറിച്ചു ചിന്തിച്ചിരുന്നുവോ എന്നു നാം ചോദിച്ചു കൊള്ളട്ടെ. പ്രിയപ്പെട്ട ഗോപിമാരെ, നിങ്ങളോടു നന്ദികേടു കാണിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കു നമ്മെ ഓർമ്മിക്കാതിരിക്കാനാണോ ഇഷ്ടം? നമ്മുടെ അപമര്യാദ നിങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ടോ? നിങ്ങളെ വിട്ടുപിരിയാൻ നമുക്കുദ്ദേശമില്ലായിരുന്നു എന്നു നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വേർപാടു ദൈവകൽപ്പിതമാണ്. പരമനിയന്താവ് സ്വന്തം താത്പര്യമനുസരിച്ചു മാത്രം പ്രവർത്തിക്കുന്നവനാണ്. പലരുമായി കൂടിക്കലരാനും വീണ്ടും വിട്ടകലാനുമുള്ള കാരണം അദ്ദേഹം തന്നെ. മേഘങ്ങളുടെയും ശക്തമായ കാറ്റിൻ്റെയും സാന്നിധ്യം മൂലം പൊട്ടിപ്പൊടിഞ്ഞ പഞ്ഞിയുടെയും പൊടിയുടെയും അണുക്കൾ കൂടിച്ചേരുന്നതും വേർപെട്ടു പലയിടത്തായി ചിന്നിച്ചിതറുന്നതും ചിലപ്പോൾ നാം കാണാറുണ്ട്. അതുപോലെ സർവേശ്വരനാണ് എല്ലാറ്റിൻ്റെയും മുഖ്യ സൃഷ്ടാവ്. നാം കാണുന്ന വസ്തുക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ ശക്തിയുടെ വിഭിന്നമായ ആവിഷ്കാരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പരമമായ ഇച്ഛാശക്തിക്കനുസൃതമായി ചിലപ്പോൾ നാം ഒന്നിച്ചു ചേരുന്നു, ചിലപ്പോൾ നാം വേർപിരിയുന്നു. ആത്യന്തികമായി നാമെല്ലാം തികച്ചും അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്ക് വിധേയരാണെന്നു ചുരുക്കം.
നമ്മോടുള്ള സമ്പർക്കത്തിൻ്റെ അതീന്ദ്രിയമായ നില കൈവരിക്കാനുള്ള ഒരേ ഒരു മാർഗമായ നമ്മോടുള്ള സ്നേഹവാത്സല്യങ്ങൾ വളർത്തിയെടുക്കാൻ ഭാഗ്യവശാൽ നിങ്ങൾക്കു കഴിഞ്ഞു. നമ്മോട് ഇത്തരം കലർപ്പറ്റതും ഭക്തിയുതവും ആയ വാത്സല്യം വളർത്തിയെടുക്കാൻ കഴിയുന്ന ജീവാത്മാക്കൾ അവസാനം സ്വഗൃഹത്തിലേക്കു, ഭഗവത് ധാമത്തിലേക്കു മടങ്ങിപ്പോകും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമ്മോട് കാണിക്കുന്ന വാത്സല്യവും നമുക്ക് നൽകുന്ന കലർപ്പില്ലാത്ത സേവനവും പരമമായ വിമോചനത്തിനു കാരണമായി തീരും. പ്രിയപ്പെട്ട ഗോപിമാരെ, എല്ലായിടത്തും പ്രവർത്തിക്കുന്നതു നമ്മുടെ ശക്തി മാത്രമാണെന്നും നിങ്ങൾ നമ്മിൽ നിന്നറിയുക. ഉദാഹരണത്തിന്, ഒരു മൺകുടത്തിൻ്റെ കാര്യമെടുക്കുക. അത് ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയുടെ ചേരുവ മാത്രമാണ്. തുടക്കത്തിലും നിലനിൽക്കുന്ന കാലത്തും നശിക്കുമ്പോഴും അതിൻ്റെ ഘടകങ്ങൾ എപ്പോഴും ഒന്നു തന്നെ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവ കൊണ്ടാണു മൺകുടത്തിൻ്റെ സൃഷ്ടി. നിലനിൽക്കുമ്പോഴും നശിപ്പിക്കപ്പെടുമ്പോഴും അതിൻ്റെ വിഭിന്ന ഘടകങ്ങൾ ഭൗതിക ശക്തിയുടെ വിവിധ ഭാഗങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു. അതുപോലെ ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ സൃഷ്ടിയിലും സ്ഥിതിയിലും സംഹാരത്തിലുമുള്ള സർവവും നമ്മുടെ ശക്തിയുടെ ആവിഷ്കാരം മാത്രമാണ്. ആ ശക്തി നമ്മിൽ നിന്നു വേറിട്ടു നിൽക്കുന്നതല്ലാത്തതിനാൽ എല്ലാറ്റിലും നാം അധിവസിക്കുന്നു എന്നു മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ.